മെട്രോമാറ്റിനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഇപ്പോൾ ജയറാം തരംഗമാണ്. അച്ഛനും മകനും ആദ്യമായി ഒന്നിച്ചെത്തിയ ആശകളായിരം എന്ന ചിത്രം തിയേറ്ററുകളിൽ വൻ കുതിപ്പാണ് തുടരുന്നത്. വിജയകരമായ രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ചിത്രം 10 കോടി എന്ന ആഗോള കളക്ഷൻ റെക്കോർഡിലേക്കാണ് കുതിക്കുന്നത്. എന്നാൽ ഈ ബോക്സ് ഓഫീസ് വിജയത്തിന്റെ ആഹ്ലാദത്തിനിടയിലേക്കാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ഒരു ട്വിസ്റ്റ് പോലെ എത്തിയിരിക്കുന്നത്. നീണ്ട കാത്തിരിപ്പിന് ശേഷം ജയറാമും കാളിദാസും വെള്ളിത്തിരയിൽ ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർ അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. പോസിറ്റീവ് റിവ്യൂകളുമായി മുന്നേറുന്ന ചിത്രം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ സാമ്പത്തിക ലാഭത്തിലേക്കാണ് നീങ്ങുന്നത്. ജയറാമിന്റെ ഗംഭീര തിരിച്ചുവരവായാണ് ആരാധകർ ഇതിനെ കാണുന്നത്. സിനിമയിലെ വൻ വിജയത്തിനിടയിലും ജയറാമിനെ തേടി നിയമക്കുരുക്കുകൾ എത്തുന്നത് സിനിമാ ലോകത്ത് തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 17 കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകുവാനാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളാണ് താരത്തിന് തിരിച്ചടിയായത്. എന്നാൽ വെറുമൊരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് താൻ ഇതിൽ പങ്കെടുത്തതെന്നും ഭക്തിയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വസിക്കുകയായിരുന്നെന്നുമാണ് ജയറാം നൽകിയ വിശദീകരണം. ഒരു വശത്ത് സിനിമാ കരിയറിലെ വലിയൊരു ഹിറ്റും മറുവശത്ത് ED അന്വേഷണത്തിന്റെ ആശങ്കയും ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഴ്ച ഒരു കംപ്ലീറ്റ് ഇമോഷണൽ ഡ്രാമ തന്നെയാണ്. ഫെബ്രുവരി 17 EDക്ക് മുന്നിൽ അദ്ദേഹം നൽകുന്ന മൊഴി വരും ദിവസങ്ങളിൽ സിനിമയേക്കാൾ വലിയ ചർച്ചാ വിഷയമാകുമെന്നത് ഉറപ്പ് തന്നെയാണ്. സിനിമയുടെ വിജയം ആഘോഷിക്കുവാൻ ലഡു വാങ്ങിയ ജയറാമിന് ഇപ്പോൾ ED കൊടുത്തിരിക്കുന്നത് സമൻസ് ആണ്. ഈ ഫെബ്രുവരി 17 കടവന്ത്രയിൽ നടക്കുവാൻ പോകുന്നത് സിനിമ വരുന്ന ഇന്റർവ്യൂ തന്നെയായിരിക്കും. സിനിമ സൂപ്പർ ഹിറ്റായി ഓടുമ്പോൾ ജീവിതത്തിലെ ഈ ഒരു സ്വർണ്ണ കേസ് ഡിസാസ്റ്റർ ആകുമോ അതോ ജയറാം ഇതൊരു ക്ലീൻ ഷീറ്റിൽ ഫിനിഷ് ചെയ്യുമോ? ഫാൻസ് പറയുന്നത് ഇതൊക്കെ എന്ത് ED, ഞങ്ങളുടെ ജയറാമേട്ടൻ പുഷ്പം പോലെ ഇത് ഡീൽ ചെയ്യുമെന്നാണ്. സിനിമയിൽ അച്ഛനും മകനും കൂടി വില്ലന്മാരെ പഞ്ഞിക്കിട്ടതുപോലെ ഈ വിവാദങ്ങളെയും താരം തകർക്കുമെന്നാണ് ആരാധക പക്ഷം. ശബരിമലയിലെ അയ്യപ്പൻ ജയറാമേട്ടന്റെ കൂടെയുണ്ട്, ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഫാൻസിനെയാണ് സോഷ്യൽ മീഡിയയിൽ ഉടനീളം കാണുന്നത്. ഇടയ്ക്ക് സിനിമയിൽ വരുന്നത് പോലെ ഇതൊരു ആൾമാറാട്ടമോ അതോ വില്ലൻ തന്ത്രപൂർവ്വം താരത്തെ കുടുക്കിയതോ എന്തായാലും 17 ജയറാം കടവന്ത്രയിൽ എത്തുമ്പോൾ അറ്റൻഡൻസ് എടുക്കുവാൻ ED മാത്രമല്ല തങ്ങളുടെ പ്രിയ താരത്തിന്റെ പിന്തുണയുമായി ഫാൻസ് അസോസിയേഷനും അവിടെ കാണും. 10 കോടി ക്ലബിൽ കയറിയ നായകനെ 10 മിനിറ്റ് ചോദ്യം ചെയ്ത് വിടുവാൻ അവർ സമ്മതിക്കുമെന്ന് കണ്ടറിയാം. എന്തായാലും ഒന്നുറപ്പാണ്, ആശകൾ 1000 ഹിറ്റായെങ്കിലും ജയറാമിന് ഇപ്പോഴുള്ള ഒരേ ഒരു ആശ 17 സമാധാനത്തോടെ തിരിച്ചു വരണമെന്ന് മാത്രമായിരിക്കും. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.